ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുനാഥൻ ഒരു കഥ പറയുന്നുണ്ട്. വിതക്കാരൻ്റെ ഉപമ. വിതക്കാരൻ വിത്ത് വിതച്ചു. ചിലത് പാറപ്പുറത്ത് വീണു. സൂര്യതാപം ഏറ്റ് അവ ഉണങ്ങിപ്പോയി. ചിലത് മുള്ളുകൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് റോഡരികിൽ വീണു. അത് കിളികൾ കൊത്തിപ്പെറുക്കി കൊണ്ടുപോയി. ചിലത് വിളഭൂമിയിൽ വീണു. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. ഫലസമൃദ്ധമായ ഒരു കൃഷിയിടത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഉപദേശി. വാഹനം നിർത്തി കൃഷിയിടത്തിനുള്ളിൽ എത്തിയ അദ്ദേഹം നിലം ഉഴുതുകൊണ്ടിരുന്ന കൃഷിക്കാരനോട് പറഞ്ഞു, ദൈവം നിങ്ങളെ മനോഹരമായ വിളനിലം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കണം. കർഷകൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ശരിയാണ്. എനിക്ക് ഈശ്വരനോട് കടപ്പാടുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ കയ്യിൽ ആയിരുന്നപ്പോഴുള്ള ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ താങ്കൾ ഒന്ന് കാണേണ്ടതായിരുന്നു. എന്തിനേയും നിസാരവൽക്കരിച്ച് കാണുന്നവരുടെ ജൽപ്പനങ്ങൾ പ്രയത്നത്തോടും പോരാട്ടത്തോടുമുള്ള അവഹേളനമാണ്. വിളഞ്ഞു നിൽക്കുന്ന വയലുകൾ പങ്കുവയ്ക്കുന്നത് വിളവിൻ്റെ വേഷപ്പകർച്ച മാത്രമല്ല, വിത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിയർപ്പിൻ്റെയും കഥ കൂടിയാണ്. വിത്തിൽ നിന്നും വിളവിലേക്കുള്ള ദൂരം കണ്ടവന് വിളഭൂമി വിശ്രമഭൂമിയല്ല. മുൻകൂട്ടി തീരുമാനിച്ച പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയും സമരഭൂമിയാണത്. തരിശുഭൂമി ചിലർക്ക് കളിസ്ഥലം, ചിലർക്ക് ശ്മശാനം, മറ്റു ചിലർക്ക് മാലിന്യ നിക്ഷേപ കേന്ദ്രം. വിതയ്ക്കാനും വളർത്താനും അറിയുന്നവനാകട്ടെ അത് വിളഭൂമിയും. പരീക്ഷണങ്ങളെയും സങ്കീർണതകളെയും ഇഷ്ടപ്പെടുന്നവർ വരണ്ടുണങ്ങിയതിലും വിരസമായതിലും അവസരങ്ങൾ കണ്ടെത്തും. തനത് മുദ്ര പതിപ്പിക്കും. പ്രദർശനം മാത്രം കണ്ടാൽ ആശ്ചര്യമുണ്ടാകും. പരിശീലനവും പ്രവർത്തനങ്ങളും കൂടി കാണണം. അപ്പോൾ ആദരവ് തോന്നും. എല്ലാ അസാധാരണ സിദ്ധികൾക്കും പിന്നിൽ അസ്വാഭാവിക പ്രയത്നവും ഉണ്ടാകും. വിജയശ്രീലാളിതൻ്റെ അവസാന പടികളെ ആരാധിക്കുകയല്ല വേണ്ടത്, ആദ്യ പടികളെ ജീവിതത്തിൽ പകർത്തുക കൂടി ചെയ്യണം.